വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനപദങ്ങളുടെയും ഇടയിൽ നിന്ന് അവിടുന്ന് അവനെ തിരഞ്ഞെടുത്തു. തൻ്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സ്വരമായി നിലകൊള്ളുവാൻ മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെടുകയും ദൈവിക സുഹൃതങ്ങളാൽ അലംകൃതമാക്കപ്പെടുകയും ചെയ്ത ധന്യമായ ഒരു ജീവിതം. ശ്രേഷ്ഠാചാര്യ ശുശ്രൂഷയിൽ 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ പിന്നിട്ട വഴികളെ അനുസ്മരിക്കുന്ന നമ്മുടെ ബാബാ തിരുമേനിയോട് ചേർന്ന് നല്ല ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ നൽകുന്ന സന്ദേശങ്ങൾ സധൈര്യം ദൈവജനത്തെ അറിയിക്കുന്ന പ്രവാചക ധർമ്മം നിറവേറ്റി തിരുസഭയുടെ രാജകുമാരനും മലങ്കര സഭയുടെ തലവനും പിതാവും ജനലക്ഷ്യങ്ങൾക്ക് ബാബാ തിരുമേനിയും മേരി മക്കൾക്ക് ആത്മീയ പിതാവും അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ളവർക്ക് ആവേശവും ആശ്വാസവുമായി തീരുന്ന ഒരു ജീവിതം. അഭിവന്യ ബാബാ തിരുമേനി ശാന്തമായി ഒഴുകുന്ന നദി പോലെ നന്മ ചെയ്ത് നടന്നു നീങ്ങിയ ഗുരുവിനെ അനുകരിച്ച് നീതിയുടെയും ധാർമ്മികതയുടെയും ശബ്ദമായി തീർന്ന് വാക്കുകളിലെ ദൃഢതയും ആശയങ്ങളുടെ സമ്പന്നതയും അവതരണത്തിൻ്റെ മികവും അങ്ങയുടെ നിലപാടുകൾക്ക് കരുത്തേകുന്നു. ദൈവത്തിൻ്റെ സ്വരം കേട്ട് അത് സമൂഹ മധ്യത്തിൽ ദൈവജനത്തിനിടയിൽ വ്യാഖ്യാനിക്കുകയും വിശദമാക്കുകയും ചെയ്യുന്ന അങ്ങയുടെ പ്രസംഗങ്ങളും ചിന്തകളും ഏറെ ഈടുറ്റതും പ്രശംസാർഹവുമാണ്. അതിൽ ഏതാനും ചില ചിന്തകളെ മാത്രം സ്ക്രീനിൽ കൊണ്ടുവന്ന് അങ്ങേക്ക് ആശംസകൾ അർപ്പിക്കുന്നു. സന്യാസം സഭയുടെ ചങ്കാണെങ്കിൽ സന്യാസത്തെ ചങ്കോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന ഒരു വത്സല പിതാവ്. കേവലം 23 സെക്കൻഡ്സ് മാത്രമുള്ള ഈ വീഡിയോ ക്ലിപ്പിൽ നിന്നും അഭിമന്യ പിതാവിന് സന്യാസത്തോടുള്ള അടങ്ങാത്ത തൃഷ്ണയും അദമ്യമായ അടുപ്പവും വ്യക്തമാണ്. കുടുംബങ്ങൾ സന്യാസത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന കുടുംബങ്ങളായി തീരരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ സ്ഥാപനങ്ങളെല്ലാം സുവിശേഷത്തെ പരിചയപ്പെടുത്തുന്ന വേദികളും സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന അടയാള സ്ഥലങ്ങളുമായി രൂപാന്തരപ്പെടുത്തുവാൻ നമ്മോട് എതിർപ്പും നീരസവും ഒക്കെയുള്ളവരോട് എപ്രകാരം പ്രതികരിക്കണമെന്നുള്ള പിതാവിൻ്റെ സമീപന രീതി ശ്രദ്ധേയമാണ്. മാത്രമല്ല, സമൂഹത്തിൽ നന്മ നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വളരെ കൃത്യമായി പിതാവ് വ്യക്തമാക്കുന്നു. സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ കരുത്തേകുന്ന പിതാവിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അതുകൊണ്ട് പറയുന്ന മറുപടിയേക്കാൾ പ്രധാനം എന്താണ്? ജീവിതത്തിൻ്റെ സമീപനങ്ങളിലെ ദൃഢതയാണ്. ഒരാൾ പറയുന്നത് കൊണ്ട് വേറൊരാളെ കാണാൻ പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യുന്നത് ഭീരുത്വമാണ്. അനാവശ്യ വിഷയങ്ങളിൽ നമ്മൾ അനാവശ്യ സമയം വ്യയം ചെയ്യുന്നതാണ് സമൂഹത്തിൽ നന്മ കുറഞ്ഞു പോകുന്നത്. താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മതാത്മകതയെ ദുരുപയോഗപ്പെടുത്തുന്ന പ്രവണതയ്ക്ക് അങ്ങ് നൽകുന്ന താക്കീത് ശ്രദ്ധേയമാണ്. അല്പം ഗുരുതരമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം മദർ തെരേസയുടെ ജീവിതം ഉദാഹരണമാക്കിക്കൊണ്ട് വളരെ ഭംഗിയായി
പിതാവ് മറുപടി നൽകുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം. മദർ തെരേസ ഇന്ത്യക്കാരത്തി എന്നതിൽ അഭിമാനം കൊള്ളാത്ത ആരെങ്കിലും ഉണ്ടോ? ഷീസ് an Indian lady with a high esteem, അല്ലേ? മദർ തെരേസ ആരെയും മാമോദിസ നമുക്ക് കിട്ടില്ല. ഇവിടെയൊക്കെ ഭരണാധികാരികളുടെ ഒരു സന്തുലിതാവസ്ഥ, ഒരു ട്രാങ്ക്വിലിറ്റി ഇൻ മൈൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മതാത്മകതയെ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോഴും നമ്മൾ ഭാരതീയർ എന്നതിൽ ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെയാണ് നമ്മുടെ സകല സക്സസ് എന്ന് ഞാൻ വിചാരിക്കും. അത്യാഡംബരം നിറഞ്ഞ ദേവാലയ നിർമ്മാണങ്ങളെപ്പറ്റി ഒരിക്കൽ പിതാവിനോട് ഒരു ഇൻ്റർവ്യൂവർ ചോദിച്ചപ്പോൾ പിതാവ് കൊടുത്ത മറുപടി ശ്രദ്ധേയമാണ്. ആരാധനയുടെ മനോഭാവം എന്തിൽ കൂടി അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങതിന് മറുപടി നൽകിയത്. തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാമായിരുന്ന ഒരു വിഷയത്തിന് വളരെ വിവേകപൂർവ്വം മറുപടി നൽകുന്ന പിതാവ്, നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. ഒരു വിശ്വാസ സമൂഹത്തിന് ആവശ്യമായ ഒരു ദേവാലയം, ആരാധനയ്ക്ക് ആവശ്യമായ ദേവാലയം, അതിനോട് ചേർത്ത് അവിടെയുള്ള മറ്റ് പാവപ്പെട്ടവരെ കരുതുന്ന ഒരു മനസ്ഥിതി ആരാധനയുടെ ഭാവം തന്നെയാണെന്ന് ഉൾക്കൊണ്ടാൽ ഇതിന് വലിയ പരിഹാരം ഉണ്ടാകും. നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ ഇത്രയും ചങ്കുറപ്പോടെ നിന്ന മറ്റൊരിടയനെ നമുക്ക് കാണുവാൻ കഴിയില്ല. നീതി നടപ്പാക്കുവാൻ ശ്രമിക്കുമ്പോഴും ബന്ധങ്ങളിലെ ഊഷ്മളതയും ദൃഢതയും വ്യക്തമാക്കുവാനും അങ്ങേക്ക് സാധിച്ചു. കേരളത്തിലെയും ഭാരതത്തിലെയും എല്ലാ സിസ്റ്റേഴ്സിനെയും കരളലിയിപ്പിച്ച, അതോടൊപ്പം ഒപ്പമുണ്ടെന്ന ധൈര്യം പകർന്നു തരികയും ചെയ്ത അങ്ങയുടെ വാക്കുകൾ. ഈ സിസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ, അവർ ജയിലിലാണ്, ജാമ്യം ലഭിച്ചിട്ടില്ല. ഇതൊരു മാനദണ്ഡമായിരിക്കും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും മുൻപോട്ടുള്ള കാര്യങ്ങൾ പോകുന്നതും സ്വാഭാവികമായി. അപ്പോൾ തീർച്ചയായും ഇവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു നീതി ലഭിക്കാതെ വരുമ്പോൾ പിന്നെ എന്ത് ചങ്ങാത്തം, പിന്നെ എങ്ങനെയാണ് നമുക്കൊരു സാഹോദര്യത്തിൻ്റെ പൂർണ്ണത പറയാൻ കഴിയുക? അതുകൊണ്ട് പറയുന്നത് പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്നതിൽ ആത്മാർത്ഥത എല്ലാവരും പ്രകടമാക്കുക, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ സിസ്റ്റേഴ്സിന് നീതി ലഭിക്കണം. നീതി ലഭിക്കുമെന്ന് ഉറപ്പായി കഴിയുമ്പോഴാണല്ലോ ബാക്കി സംസാരം. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടം, നമ്മുടെ നിലനിൽപ്പും ഭാവിയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോഴും ആശങ്കകൾ ഉണർത്തുമ്പോഴും ചങ്കൂറ്റത്തോടും അഭിമാനത്തോടും കൂടെ അങ്ങ് നൽകുന്ന മറുപടി അത്യന്തം ഹൃദ്യമാണ്. എനിക്ക് ഇന്ത്യയുടെ പതാകയെ വന്ദിക്കുന്നതിന് എനിക്ക് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അനുവാദം ആവശ്യമില്ല. അപ്പം മഹാത്മജിയുടെ അവിടെ സമാധിയിൽ ഞാൻ പോയി. അവിടെ ഞാൻ കർദിനാളായ ശേഷം തിരിച്ചു വരുമ്പോൾ ഡൽഹിയിൽ അവിടെ ചെന്ന് ഞാൻ തൊഴുത്, ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു, ഹി ഈസ് അവർ ഫാദർ ഓഫ് ദ നേഷൻ ടു വിച്ച് ഐ ബിലോങ് ടു. അപ്പോൾ എനിക്ക് അതിനകത്ത് ആരുടെ പെർമിഷൻ വേണോ? അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ പെർമിഷൻ മാത്രം എനിക്ക് മതി അവിടെ കയറാൻ. അത് ഞാൻ ഷുഡ് ഐ ആസ് പെർമിഷൻ ഓഫ് സംബഡി ബിക്കോസ് ഐ എം എ ക്രിസ്ത്യൻ? ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ദേശീയ പതാക എൻ്റെ ചോള വെക്കുന്നതിന് എനിക്ക് ഒരു ഭരണാധികാരിയുടെ അനുവാദം ആവശ്യമില്ല. ബിക്കോസ് 100% ക്രിസ്ത്യൻ. അപ്പോൾ ഒരു നിയമം വരുവാണ്, അതിലിവിടെ നിങ്ങൾക്ക് എടുക്കാൻ അവകാശമില്ല. അങ്ങനെ നിയമം വരട്ടെ, അപ്പോഴും എടുക്കാൻ നമുക്ക് അവകാശമുണ്ട്. ഐ ആം എ ക്രിസ്ത്യൻ, ഐ ആം എൻ ഇന്ത്യൻ. ശുശ്രൂഷാത്മക നേതൃത്വം പലപ്പോഴും ശിരസിൽ വയ്ക്കപ്പെടുന്ന മുൾക്കിരീടമാണെന്ന് പറയാറുണ്ട്. എന്നാൽ അങ്ങയെ സംബന്ധിച്ചിടത്തോളം വൈദിക കൂട്ടായ്മയിൽ അങ്ങയെ ബലപ്പെടുത്തുന്ന ആശയം, അങ്ങയുടെ വിജയരഹസ്യം മുതിർന്നവരുടെ അനുഭവ സമ്പത്തിനെ പരിഗണിക്കുവാനും യുവത്വത്തിൻ്റെ ഊർജ്ജസ്വലതയെ ഉപയോഗപ്പെടുത്തുവാനും അങ്ങേക്കാവുന്നു എന്നതാണ്. ജീവിതത്തിൽ പ്രായോഗികമാക്കിയ ഈ അറിവാണ് കോൺഗ്രസ്സുകാർക്കിടയിലെ ഭിന്നിപ്പിനെ പറ്റി ചോദിച്ചപ്പോൾ അങ്ങ് നൽകിയ മറുപടി. അനുഭവത്തിൻ്റെ സമ്പത്തും യുവത്വത്തിൻ്റെ ഊർജ്ജസ്വലതയും നല്ല കോമ്പിനേഷനാകട്ടെ. അതായത് പഴമക്കാരുടെ അനുഭവ സമ്പത്തിന് പകരം വയ്ക്കാനൊന്നുമില്ല, യുവാക്കളുടെ ഊർജ്ജസ്വലതയ്ക്ക് പകരം വയ്ക്കാനൊന്നുമില്ല. രണ്ട് നല്ല കോമ്പിനേഷൻ. സഭയും രാഷ്ട്രീയവും, രാഷ്ട്രീയത്തിൽ സഭയുടെ നിലപാട്, ഇതൊക്കെ പലരും ഉത്തരം നൽകുവാൻ അല്പം ഭയക്കുന്ന മേഖലയാണ്. എന്നാൽ സഭയുടെ മേലധ്യക്ഷൻ എന്ന നിലയിൽ അങ്ങ് നൽകുന്ന മറുപടി ഏറെ ശ്ലാഘനീയമാണ്.
സഭ ഒരിക്കലും ഔദ്യോഗികമായിട്ടോ അനൗദ്യോഗികമായിട്ടോ ഒരു പാർട്ടി പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബട്ട് വി ഷുഡ് ഹാവ് പൊളിറ്റിക്കൽ ഐഡിയോളജി. അല്ലെ നമ്മുടെ ആളുകളിൽ ഒരു എന്താണ് പറയുന്നത്, ഒരു അരാഷ്ട്രീയവാദികളാകത്തില്ലേ? അത് പാടില്ല. നാടിന് നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ നന്മ നടക്കട്ടെ. നമ്മൾ ഈ ബ്രാൻഡഡ് ആകേണ്ട കാര്യമുണ്ടോ? അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ നമുക്ക് ചില മൂല്യബോധം ആവശ്യമുണ്ട്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ മോദിയെ പേടിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ ഇന്റർവ്യൂവിനോട് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ഉദ്ധരിച്ച് അങ്ങ് മറുപടി നൽകി. രാഷ്ട്രീയ തലത്തിൽ ഒരു ഏകീകരണം ഉണ്ടായെങ്കിൽ സാധാരണ ജനങ്ങൾ രാഷ്ട്രീയ കക്ഷികൾക്ക് നൽകുന്ന ഒരു വാണിംഗായി അതിനെ കാണണം എന്ന് അങ്ങ് പറയാതെ തന്നെ പറഞ്ഞു വെക്കുന്നു. പേടിച്ചു വോട്ട് ചെയ്തു എന്ന് രണ്ട് കാര്യമാണ്. ഭയപ്പെട്ടു വോട്ട് ചെയ്തു. ഇതിന് ഒരു രാഷ്ട്രീയ നിരീക്ഷണമുണ്ട്, മാധ്യമങ്ങളുടെ നിരീക്ഷണമുണ്ട്, പൊതുസമൂഹത്തിൻ്റെ നിരീക്ഷണമുണ്ട്. അവർ ഒരേ സ്ഥലത്ത് പറയുകയാണ് ഇതാണ് സംഭവിച്ചത് എന്ന്. അതിനിപ്പോൾ ഞാനത് നിഷേധിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം ശരിയാണ്, അതായത് ഒരു ഏകീകരണം ഉണ്ടായി എന്ന് ആർക്കെങ്കിലും ബോധ്യപ്പെടുന്നെങ്കിൽ എന്താണ് അതിനെ പ്രേരിപ്പിച്ച ഘടകമെന്ന് ഗൗരവമായി ചിന്തിക്കണം. നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ. ഇതിനൊരു മറുപടി ഇത്ര ഭംഗിയായി ആരും പറഞ്ഞതായി നാം കേൾക്കുവാനിടയില്ല. അഭിമന്യ പിതാവിൻ്റെ മറുപടി നമുക്കൊന്ന് ശ്രവിക്കാം. പ്രായത്തിൻ്റെ അനുഭവക്കുറവ് പ്രായം കൊണ്ട് തന്നെ നികത്തിക്കൊള്ളും എന്നുള്ളതാണ് അതിൻ്റെ പ്രതിവിധി. പ്രായക്കുറവ് കൊണ്ട് എനിക്ക് ഒരു പിന്നോക്കം പോകേണ്ടുന്ന മനസ്സുകൊണ്ടോ നിയോഗം കൊണ്ടോ പോകേണ്ട ഒരു അവസ്ഥ എന്നെ അത് അസ്വസ്ഥനാക്കിയിട്ടില്ല. സഭയിലും സമൂഹത്തിലും ഒക്കെയുള്ള സാമാന്യ ജനത്തിന് അത്യന്തം തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഒക്കെ ഉണർത്തുന്ന ഒന്നാണല്ലോ സഭയിലെ നേതൃസ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ. പരിശുദ്ധ ലയോ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അങ്ങു നൽകിയ വിശദീകരണം ഏവരുടെയും സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നതും തൃപ്തികരവുമായിരുന്നു. എല്ലാവരും ഒരു പോപ്പ് എന്ന തലത്തിലേക്ക് എത്തുവാൻ കൺവേർജൻസിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനെ പറ്റി അങ്ങു നൽകുന്ന മറുപടി നമുക്കൊന്ന് ശ്രവിക്കാം. ക്രിസ്തീയ ഈ കാര്യത്തിലുള്ള ഭാഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അതെങ്ങനെയാണെന്ന് ഒരു സാധാരണ ഭാഷയിൽ പറയാൻ ശ്രമിച്ചാൽ ഞാൻ ഇങ്ങനെ അത് പറയും. അതായത് ഞാൻ കരുതുന്ന ആളിനു വേണ്ടി ഞാൻ അവസാനം വരെ പോരാടി നിൽക്കുകയും ഓരോരുത്തരങ്ങനെ ശടിക്കുകയും ചെയ്താൽ കൺവേർജൻസ് ഉണ്ടാവുകയില്ല. അപ്പോൾ ഒരു ഏകീകരണം വരുന്നതിന് ഇടയാകുന്ന മനസ്സിൻ്റെ ഒരു പാകപ്പെടലാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ എന്ന് ഞാൻ വിശേഷിപ്പിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, സൂചിപ്പിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഒരു ഏകീകരണമാണ്. സാധാരണ ഒരു കാര്യത്തിൽ വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു ലാഘവമല്ല. അപ്പോൾ ഈ ഒരു കൺവേർജൻസിലേക്ക് ഇത് വരുന്ന ഒരു ആത്മീയ കാര്യം കൂടിയാണ്. അഭിമന്യ ബാവ തിരുമേനി അങ്ങയുടെ രചനകളിലും കൃതികളിലുമെല്ലാം തൻ്റെതായ തനിമയും പ്രത്യേകതയും നിറഞ്ഞു നിൽക്കുന്നു. The voice of the people of God is different from the voice of the crowd. For us, being a minority is not a disadvantage, because small is beautiful, small is effective. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാൽ തന്നെ വ്യത്യസ്തനായി മാറിയ അങ്ങേക്ക് സ്വർഗം നൽകിയ സമ്മാനവും വ്യത്യസ്തമാണ്. അനേകം കർദിനാൾമാരിൽ നിന്നും വ്യത്യസ്തനായി അങ്ങ് ധരിക്കുന്ന വസ്ത്രവും റോമൻ ലാറ്റിൻ ബിറേറ്റയിൽ നിന്നും വ്യത്യസ്തമായി ഈസ്റ്റേൺ ചർച്ചിനെ പ്രതിനിധാനം ചെയ്യുന്ന കലിമാക്യോനും എല്ലാം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. സീറോ മലങ്കര കത്തോലിക്ക സഭയെ പ്രതിനിധാനം ചെയ്യുവാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത സ്ഥാനചിഹ്നങ്ങൾ എല്ലാം സഭയുടെ രാജകുമാരനെ അഴകുള്ളതാക്കുന്നു, സഭയ്ക്ക് അഭിമാനിക്കുവാൻ അർഹമാക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തുടിപ്പിൻ്റെ ഭാഗമായി മാറുന്ന അങ്ങേക്ക് ജൂബിലിയുടെ 1000 ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. നന്ദി.